സമയം എത്രയായി നോക്ക്. ജമന്തിയെ, എന്തോ നീ ഇനി ഒരുങ്ങിയില്ലേ? ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അമ്മാവാ. എന്താ ഈ പെണ്ണുങ്ങൾ കാട്ടുങ്ങൾ കല്യാണത്തിനാ പോണ്? കനകം വിളിച്ചിരുന്നാ? എന്നെ വിളിച്ചില്ല, അമ്മാവനെ വിളിച്ചില്ലേ? വലിയ വായല് വർത്താനം പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി ആയിട്ട് ഇറങ്ങിപ്പോയതാ റെഡിയാവാ പറഞ്ഞു. അതാ നീ റെഡിയായില്ലേ? ഞാൻ റെഡി ആവാൻ തുടങ്ങിയപ്പോ ഒരു സാധനം ഇവിടെ പോയി. എടി 11 മണിക്ക് ബോഡി എടുക്കുന്നു. സൗകര്യത്തിൽ നിൽക്കുക. എന്റെ അമ്മാവ് മരിച്ചവരവരെ സമാധാനത്തിൽ കിടക്കുക. അമ്മാവൻ ഇതിനിങ്ങനെ സമാധാനക്കേട്. ക്ലീറ്റ് ഒരു കാര്യം ഏറ്റതാ. പോവാന്ന് പറഞ്ഞപ്പോ സമയത്തിന് പോകാൻ പറ്റൂ. എല്ലാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ പോവാ. ഞാൻ പോവാ, അതാ നല്ലത്. ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? എന്നാ പോ. ജമന്തി നിന്നെ സമ്മതിച്ച് തുണി എടുത്തോണ്ട് വരുമ്പോഴത്തേന് എന്തൊക്കെ ഉണ്ട് നോക്കണ്ടേ? ഒന്ന് വേറെ റെഡിയാവടി. അയ്യോ സാറ് അഴകേശൻ ചേട്ടനുണ്ടോ? ഓ ഉണ്ടല്ലോ. ഒന്ന് കാണണമായിരുന്നു. അമ്മാവാ ഒന്നിങ്ങ് വന്നേ. എന്താടി? ശരി സാർ. പേടിക്കണ്ട, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കേറിയിരിക്കെ. ചേട്ടൻ ഞങ്ങളോട് നല്ല ദേഷ്യമാണെന്നറിയാം. പക്ഷെ ഞാനിപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ദേഷ്യമൊന്നുമില്ല, പറഞ്ഞോളൂ. അമ്മാവന് തീരെ സുഖമില്ല. ആർക്ക്? രാമേന്ദ്രനോ? അതെ അതെ അതെ. എന്തേ? അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലില്ല. അദ്ദേഹത്തിന് ഈ കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കരളിൻ്റെ ഫങ്ഷനൊക്കെ നിന്നു. അയ്യോ. ഇപ്പം അത് മാറ്റാന്ന് വിചാരിച്ചപ്പോൾ കിഡ്നിയുടെ ഫങ്ഷനിലും കുറച്ച് പ്രശ്നമുണ്ട്. വളരെ വല്ലാത്തൊരവസ്ഥയിൽ ആളുകളെ കണ്ടാൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. ആഹാരമൊക്കെ കഴിക്കാൻ വയ്യാണ്ടായി. ഇപ്പം അദ്ദേഹം 2 ദിവസം കൊണ്ട് അഴകേശൻ ചേട്ടൻ കാണണം എന്നുള്ള വാശിയില്ല. അതല്ലേ? അവിടെ വരെ ദയവായിട്ടൊന്ന് വരണം. അല്ല, ഞാനിപ്പോ കൂടെ തന്നെ വന്നേനെ. പക്ഷെ എന്റെ അളിയന്റെ കൂടെ മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്ന ഒരാള് മരിച്ചേ. ഓ ശരി ശരി. അപ്പൊ എല്ലാരും കൂടിയിട്ട് അവിടെ ഒന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ അവിടുന്ന് നേരെ രാമേന്ദ്രന്റെ അടുത്ത് വരാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ സന്തോഷമാവും. ഒന്ന് പറഞ്ഞാൽ മതി രാമേന്ദ്രനോട്, ഞാൻ വരാം. വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം മറക്കണം. അങ്ങനെ ദേഷ്യമൊന്നും ഇല്ലെന്നേ. വരണം. ഞാൻ വരാം. ഇന്ന് ഞാൻ ഇറങ്ങട്ടെ? അല്ല, ഈ കുടിക്കാൻ ചായ വെള്ളം എടുക്കണമെങ്കിൽ ഇവരൊക്കെ ഇപ്പൊ പോവാനുള്ള ഒരുക്കത്തിലെങ്ങനെ? അയ്യോ ഒന്നും വേണ്ട 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 വേണ്ട. എന്നാ തീർച്ചയായിട്ടും. ശരി. അത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എപ്പോഴാ വിളിക്കാച്ച അപ്പ പോണം, എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. വെറുതെ വാശിയും വൈരാഗ്യം വെച്ച അടിയും പിടിയും കൂടി നടക്കന്നെ. പാവൊന്നും പറ്റാനാ മതിയായിരുന്നു. നിങ്ങള് റെഡിയായോ? എടേ അൻസാറേ, ഇവിടെ എല്ലാം ഓക്കെയാണ്. എടേ ഇന്നും 3 മണിക്കാണ് ചടങ്ങ്. അത് കഴിഞ്ഞവിടെ എത്തിയിട്ട് കാര്യമില്ല. ഇവിടെ റെഡിയാണ്. നീ വണ്ടി ഒന്ന് പെട്ടെന്ന് വാങ്ങിക്കൊണ്ട്. അപ്പൊ നീ വണ്ടി കൊണ്ടല്ലേ വന്ന്? ഒന്ന് പെട്ടെന്ന് ഞങ്ങളെല്ലാം റെഡിയായി പുറത്തിറങ്ങി നിൽക്കുക. പെട്ടെന്ന് പോര് പോര്. ബോഡി എടുക്കണതിന്റെ മുമ്പെങ്കിലും അവിടെ എത്തണ്ടേ? അതെ, അതൊക്കെ കൂട്ടിക്ക് വാതിലൊക്കെ അടച്ചാ. ഒന്ന് വന്നേ. എടി, അവനെ പോണ വഴിക്ക് വഴിയിൽ നിന്ന് എടുക്കാ. ഇനിയിപ്പോ അവനെ കാത്തു നിന്ന ബോഡി എടുത്താലോ? നീ അടക്കി. ഒരു എങ്ങനെ പോണേ? വണ്ടി ധീരജവാൻ സുഗുണന് ആദരാഞ്ജലികൾ. ഹവിൽദാർ ഭാഗ്യം തെറ്റാതെ ഇപ്രാവശ്യമെങ്കിലും ധീരജവാൻ സുഗുണനാണ്. ഇറങ്ങാലേ? എവിടെ ആ കനകം വരാണ്ടപ്പോ എങ്ങനെ പോണ്? ഏത്? എന്താണ് അത്? ഒരു സമയത്തിന് പോണ്ടത്. ഒരു സെക്കൻഡ്. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ എല്ലാരും ഉണ്ട്. ഓക്കെ ആണോ? മറ്റേ നാരങ്ങളുള്ള കഞ്ഞി വരെ ഒന്നും മാറണമെന്നില്ല. എടാ ഇനി കുളിക്കാൻ വന്നിട്ട് കുളിക്കാം. വീട് പറഞ്ഞില്ലായിരുന്നു നേരത്തെ. പിന്നെ എത്താത്തന്നെ ഞാൻ എന്ത് ചെയ്യാനത്? എത്ര നേരം അവരായിട്ടുള്ള ബന്ധം അറിയില്ല. അങ്ങോട്ട് ആ സമയത്താ കയറി ചെല്ലണ്ട്. മുമ്പ് ചെന്ന് കാര്യങ്ങൾ നോക്കേണ്ട ആൾക്കാരല്ലേ? എന്ത് പോയത്? ഇത്രയും സമയം ഉണ്ടാകുമ്പോ അതൊക്കെ വിട്ടിട്ട് നിൽക്കണം. നമുക്ക് സ്കൂട്ടറിലങ്ങ് പോയാൽ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യല്ലേ, നിങ്ങളിപ്പോ എങ്ങനെ എല്ലാരും കൂടെ ഇതിൽ പോകൂല? അതെ, ഒരു കാര്യം ചെയ്യും. അൻസാർ നടരാൻ ഇവിടെ നിന്നോ, ഞങ്ങൾ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് വന്നേട്ടാ മണ്ടശിരോമണി, എന്ത് പരിപാടിയാണ് നീ കാണിച്ചത്? ആര് മരിച്ചത് നടത്തി പറഞ്ഞേ? ജവാസ് അന്വേഷിച്ചോണ്ടല്ല. ജവാസ് സൂണ മാമ അല്ല മരിച്ചത്. പിന്നെ ആ കോളേജിലുള്ള സൂണയില്ലേ എപ്പോഴും ജവാ അടിച്ചോണ്ട് നടക്കില്ലേ, അവനാണ് മരിച്ചത്. നീ മണ്ടനായിട്ട് അഭിനയിക്കണം. എടാ നീ ഇവന്റെ ഇതെന്തൊരു മരണമാണ്. അല്ലാതെ കല്യാണം ബർത്ത്ഡേ എന്നുള്ള ഇങ്ങനെ പോസ്റ്റ് ആഘോഷിക്കാൻ വേണ്ടി ഒരുത്തന്റെ മരണമാണ്.
ആൾക്കാരെല്ലാം കൂടെ തടിച്ചുകൂടി ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരന്മാരും അവന്റെ വീട്ടിൽ കൂടി ഇരിക്കും. അമ്മാവ് എന്താണ് ഓരോന്ന് വിളിച്ചു പറയുന്നത്? എടാ എന്നോട് ആൾക്കാർ രാവിലെ പറഞ്ഞത് ജവാൻ സുഗുണം മരിച്ചു എന്നാണ്. ജവാൻ സുഗുണം എന്ന് പറഞ്ഞാൽ സുഗുണേട്ടനാന്നല്ലേ നമ്മൾ കരുതുക. അത് കേട്ടിട്ടല്ലേ ഞാൻ പോസ്റ്റ് ഇട്ടത്. നീ അത് കേൾക്കാണ്ട താമസം. അനുഭവിച്ചതാ എടാ തോക്കി കയറി വെടിവെക്കരുത് കേട്ടോ. എന്റെ സ്വഭാവം മറന്നത് വെറുതെ റീത്തോട്ട് ഞങ്ങള് കേട്ടപാട് കേൾക്കാതെ പോലെ അവന്റെ വീട്ടിൽ ചെന്ന്. അത് മാത്രോ എല്ലാം കൂടെ ഇങ്ങോട്ട് വരണോട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടേ? എവിടെ പോവാൻ പിന്നെ പോസ്റ്റ് ഇട്ടത് ഇതിന്റെ